ദേശീയ പുരസ്കാര നിറവിൽ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രി. ഈ അഭിമാന നേട്ടത്തിൽ കാരണക്കാരായ കൊച്ചി നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫിനെയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രസന്നകുമാരിയെയും യാസ്മിൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ എൻ.കെ.എം. ഷെരീഫിന്റെ അധ്യക്ഷതയിൽ കൊച്ചി എം.എൽ.എ. കെ.ജെ. മാക്സി യോഗം ഉദ്ഘാടനം ചെയ്തു. ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രി ദേശീയ പുരസ്കാര നിറവിലെത്തിക്കാൻ കാരണക്കാരായ കൊച്ചി നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫിനെയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രസന്നകുമാരിയെയും യാസ്മിൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കൊച്ചി എം.എൽ.എ. കെ.ജെ. മാക്സി യോഗം ഉദ്ഘാടനം ചെയ്തു. അംഗീകാരം രാഷ്ട്രത്തിൽ കിട്ടുമെന്ന് പറയുമ്പോൾ അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഫൗണ്ടേഷൻ ചെയർമാൻ എൻ.കെ.എം. ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ഇന്ന് 35,000 ഡയാലിസിസ് നടത്തി കഴിഞ്ഞ 19 ഡയാലിസിസ് മെഷീനോടുകൂടി ഒരു സംവിധാനം ആശുപത്രി. അതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അവിടെ നടന്നു പോകുന്നു എന്നുള്ളതാണ്. യോഗത്തിൽ എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥമുള്ള ഭാരതീയ പുരസ്കാര ജേതാവ് എ. സുമയ്യയ്ക്കും ആദരവ് നൽകി. ഒപ്പം SSLC പരീക്ഷയിൽ മികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്കും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പുകൾ സമ്മാനിച്ചു. എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ IAS പുരസ്കാര സമർപ്പണം നടത്തി. ഒരു പ്രദേശത്തിന്റെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇത്രയേറെ ശ്രദ്ധ ചെലുത്തുന്ന NGOs ഫൗണ്ടേഷൻസും ഒക്കെ വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞാൻ ജെന്യുവൻലി വിശ്വസിക്കുന്നത് എഡ്യൂക്കേഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഈക്വലൈസർ എന്നാണ്. ഡെപ്യൂട്ടി മേയർ കെ. അൻസിയ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. നമ്മുടെ സമൂഹം എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുമെങ്കിലും എപ്പോഴും ഒരു നെഗറ്റീവിനെ മുൻനിർത്തി സംസാരിക്കാനാണ് എല്ലാവർക്കും പ്രത്യേകം താല്പര്യം. പ്രത്യേകിച്ച് നമ്മുടെ എപ്പോൾ നോക്കിയാലും ഒരു വിമർശനം എന്ന് പറയുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, കരുവേലിപ്പടി, പള്ളുരുത്തി ഹോസ്പിറ്റലുകളുമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം. ഈ എല്ലാ കൂട്ടായ്മകളിലും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. അതിനൊക്കെ അടിസ്ഥാനപരമായി ഒട്ടനവധി പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിലെല്ലാം ഇടപെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ആളുകളും. കൊച്ചി നഗരസഭ 9ാം ഡിവിഷൻ കൗൺസിലർ M. ഹബീബുള്ള, സിയാദ് ഹുസൈൻ, സേവ്യർ രാജു, MD മുഹമ്മദ് സഗീർ, ലിജിയ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കൊച്ചി നല്ല രീതിയിൽ ഒരു മാസം 50 ദിവസം ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.